ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നോഡ് ജെഎസിന്റെ ഒരു റൂട്ട് മാപ്പ്, അതായത് ഇതൊരു ബിഗിനേഴ്സിനുള്ള റൂട്ട് മാപ്പാണ്. അതായത് എന്ത് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഉള്ള ഒരു റൂട്ട് മാപ്പ്. ഓക്കെ, ഇത് ആർക്കൊക്കെ മെയിനായിട്ട് യൂസ് ആണെന്ന് വെച്ചാൽ നോട്ട് ക്യാമ്പിലെ സ്റ്റുഡൻസ് ഉണ്ടാവും. അതായത് ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഒരു വിഷയം ഉണ്ടായിരുന്നു. അതായത് എങ്ങനെ പഠിച്ചു തുടങ്ങും ഒരു ധാരണ ഇല്ലാണ്ട് ഒരു ടൈം, ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. അപ്പം ഓവറായിട്ടുള്ള കഥയും കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് എന്ത് ചെയ്യാം, നോഡ് ജെഎസിനെയോ പിന്നെ എക്സ്പ്രസിനെയോ റൂട്ട് മാപ്പിലേക്ക് തന്നെ നടക്കാം. ഓക്കെ, ഇത് ഒന്നും കൂടി വരുന്നത് ബിഗിനേഴ്സിനുള്ളതാണ്. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് ജസ്റ്റ് മുമ്പ് എൻ്റെ ഈ ജെഎസിന്റെ പ്ലേലിസ്റ്റ് ആണ് വാച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ അത് ഭംഗിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എത്രയുള്ള നല്ലൊരു മൈക്കില്ലാണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോസ് ചെയ്തല്ല. അതുകൊണ്ട് ഞാൻ പുതിയ മൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വരേണ്ട ടൈം എന്തായിരിക്കും. ആ ഒരു പ്ലേലിസ്റ്റ് ഫുള്ളായിട്ട് ഞാൻ ഒന്നും കൂടി എടുക്കുന്നതാണ്. അതായത് അതിലുള്ള വീഡിയോസ് ഫുള്ളായിട്ട് ഒന്നും കൂടി അപ്ഡേറ്റ് ആവും. ഫുള്ളായിട്ട് ആദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്നല്ല, വോയിസിന്റെ ക്വാളിറ്റീൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ എന്താ അതിൻ്റെ അകത്തുള്ള വീഡിയോന്റെ പുതിയ അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നോട്ടിന്റെ കാര്യങ്ങൾ കൂടി അതിലാണ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ചില ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യം ഇനി ആദ്യം മുതൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ അറിയിച്ചതാണ്. അപ്പോൾ നോഡ് ജെഎസിന്റെ ഓക്കെ പോവാം. നമുക്ക് ആദ്യം വേണ്ട നോഡ് ജെഎസിന്റെ ഒരു റൂട്ട് മാപ്പ് ഞങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് സ്റ്റാർട്ട് ഇത് വെറുതെ ഇത് കൊടുത്ത് ഇടുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഒന്നും അറിയാതെ ലെവലിൽ തന്നെ. അപ്പോൾ നോഡ് ജെഎസിനെ കുറിച്ച് ഒന്നും അറിയാണ്ടിരിക്കാം, പക്ഷെ ജാവ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കാം. ഓക്കെ, ജാവ സ്ക്രിപ്റ്റ് നിങ്ങൾ എന്തായാലും പഠിക്കണം. അത് പഠിച്ചിട്ട് അതിലേക്ക് പോകാൻ പറ്റും. കാരണം അവിടെ നോഡ് ജെഎസ് എന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ജെഎസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ബേസിക് ഓഫ് ജാവ സ്ക്രിപ്റ്റ് എന്തായാലും ഇതിന് വേണം. അതുകൊണ്ട് ആദ്യം അത് ബിൽഡ് ചെയ്തിട്ട് ഇതിലേക്ക് വരിക, നമ്മളെ നോഡ് ജെഎസിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ സൊല്യൂഷൻ. ഓക്കെ, പിന്നെ അത് പഠിക്കാണ്ട് കയറുന്നവർക്കും കയറാം, പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കേണ്ടതായിട്ടും വരും. ആ ഒരു കാര്യം മുന്നിൽ വെച്ചിട്ട് വേണം പറഞ്ഞിട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ബിഗിനർക്ക് ആദ്യം വേണ്ടത് ഒരു ബേസിക് ആണ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യുന്നത്. ആ ഒരു ബേസിക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ട്യൂട്ടോറിയലാണ് ഇവരെ, അതായത് പ്രോട്ടോടൈപ്പിന്റെ ട്യൂട്ടോറിയലാണ് വെബ് ഡെവലപ്മെന്റ് ചലഞ്ച് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള നോഡ് ജെഎസിന്റെ ട്യൂട്ടോറിയൽ സൈറ്റിൽ ഇപ്പോൾ കാണുന്നുണ്ടോ? ഓക്കെ, ആ ഒരു ട്യൂട്ടോറിയൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് രണ്ടോ മൂന്നോ വീഡിയോസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് മൂന്നും എന്തായാലും കാണണം. പിന്നെ അതിനകത്തുള്ള ഇൻസ്റ്റാളേഷൻ വീഡിയോ നോഡിന്, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സൈഡിൽ കാണിച്ച വീഡിയോ അല്ല, അതായത് ആ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾ എന്തായാലും നോക്കേണ്ട ഒരു വീഡിയോ ഉണ്ട്. അതായത് HTTP മെത്തേഡ്, അതായത് നോഡ് ജെഎസിനകത്ത് HTTP മെത്തേഡ്സ് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് പിന്നെ നോക്കേണ്ടത് ആ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാവും. മിഡിൽ വെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനും കൂടി നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു മിഡിൽ വെയറും നിങ്ങൾ പഠിക്കണം. അത് മാത്രം പഠിച്ചാൽ പറയാം. മിഡിൽ വെയർ കുറെ ടൈപ്പ് ഉണ്ട്. അത് മൊത്തം ടൈപ്പ് ഒന്നും ആ വീഡിയോയിലില്ല. അത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമേ ആ ഒരു വീഡിയോയിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം, അങ്ങനെ പഠിക്കാം. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഈ ഒരു ഏരിയയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രാക്ടിക്കലിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായി. ഒരു പ്രൊജക്റ്റ് എടുത്ത് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. അത് നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു വേയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കാൻ നോക്കുക, എന്നിട്ട് തിയറിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിട്ടും. അതുകൊണ്ടാണ് തിയറിയിലേക്ക് ഞാൻ ആദ്യം കാലം വെക്കാറ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് രണ്ട് റൂട്ടായിട്ടാണ്. രണ്ട് റൂട്ട് എന്ന് വെച്ചാൽ ഒന്ന് മേലോട്ടേക്കും പിന്നെ ഒന്ന് താഴോട്ടേക്കും. അത് എന്താന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ആണ് ഈ രണ്ടും റെഫർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത് ആ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ പ്ലേലിസ്റ്റ് കാണുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു വീഡിയോ എന്ന പ്ലേലിസ്റ്റ് എല്ലാം സൈഡിൽ കാണുന്നുണ്ടാവും. ആ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത്യാവശ്യം അറിയുന്നവർക്ക് മാത്രമേ ആ ഒരു വീഡിയോ എന്താവും ഗ്രഹിച്ചെന്ന് വരുള്ളൂ. ഫസ്റ്റ് തന്നെ ഇതെടുത്ത് കണ്ട് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്കൊന്നും പറ്റില്ല. നിങ്ങൾക്ക് മിഡിൽ വെയറിന്റെ കൺസെപ്റ്റും അങ്ങനത്തെയുള്ള കൺസെപ്റ്റ് കുറച്ചെങ്കിലും അറിയെങ്കിൽ ഇതിലേക്ക് വരുന്നത് ഈ ഒരു വീഡിയോ സൈഡിൽ കാണിച്ച ആ ഒരു വീഡിയോയിലേക്ക് വരുന്ന
നല്ല യൂസ് ആവും. ഓക്കെ, അല്ലാണ്ട് ഒന്നും അറിയാണ്ട് കയറി പോകാൻ പറ്റിയ വീഡിയോ അല്ല അത്. നിങ്ങൾ റോബോട്ടിനെ കൊണ്ട് എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് കൂട്ടും, ലാസ്റ്റ് റിവ്യൂറോ ആരെങ്കിലും എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ നിങ്ങൾ കഴിയും അത് എനിക്ക് പറ്റിയിട്ടുണ്ട് ആ ഒരവസ്ഥ നിങ്ങൾ വരുത്താണ്ടിരിക്കുക. ഓക്കെ, അതിനുവേണ്ടിയാണ് ഇതിലൊരു ഡോക്ടർ വെച്ചത്. അത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കൺസെപ്റ്റ് ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അത് മിഡിൽ വെയർ ചെയ്യാൻ ആദ്യം പറഞ്ഞ പോലെ. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം അത്യാവശ്യം സെർവർ ക്രിയേറ്റ് ചെയ്യാനോ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് റൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. ആ ഒരു വഴിയൊക്കെ മതി, അത്രക്കും മതി ആ ഒരു കാര്യത്തിലേക്ക് അറിയണം. ഈ സെക്കൻഡ് ഇതുവരെ അത് ഓൺ ആയിട്ടില്ല. ഓക്കെ, അത് എൻ്റെ തന്നെ ഒരു വീഡിയോ ആണ്. അത് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യും. ഒന്നിൽ ടൈം എനിക്ക് കിട്ടിയ ഇന്നോ അല്ലെ നാളെയോ ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ 2 പാർട്ടായിട്ടായിരിക്കും കിട്ടുന്നത്. കാരണം എനിക്ക് ഓവർ ടൈം വീഡിയോ എടുക്കാൻ ഇപ്പോൾ ടൈമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് റേഞ്ചിലേക്ക് ഇടും. അതായത് അത് 2 പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും വരും. ആദ്യത്തേനകത്ത് ഞാൻ കവർ ചെയ്യുന്നുണ്ട് ആ ഒരു ഫയൽ മേക്ക് ചെയ്യാൻ, കുറച്ച് ഫയലിൻ്റെ കാര്യം ബിൽഡ് ചെയ്യാനുണ്ട്, അതിൻ്റെ അകത്ത് റൂട്ട്സ് സെറ്റ് ചെയ്യാനുണ്ട്. ആ ഒരു കാര്യമായിരിക്കും ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സെക്ഷൻസ് കുക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യം, ആ ഒരു കാര്യം എന്താണെന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് കൊണ്ടുവരാം. ആ ഒരു റൂട്ടാണ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് കാണിച്ചിട്ടുള്ള രണ്ടാമത്തെ. ഓക്കെ, ആ ഒരു വീഡിയോന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതായത് ഓരോ കൺസെപ്റ്റ് ഞാൻ എടുക്കുന്നു അത് ഫുള്ളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു വിധത്തിലായിരിക്കും ഈ ഒരു വീഡിയോ പോകുന്നത്. വളരെ ജസ്റ്റ് ഞാൻ ആ സെക്കൻഡ് കാണിച്ചത്. ഓക്കെ, രണ്ടും പോയിട്ട് കൂട്ടിമുട്ടുന്ന സ്ഥലം തിയറിയാണ്. ഓക്കെ, ലാസ്റ്റ് ഇനി നമ്മൾ തിയറിയിലേക്ക് കടന്നാൽ കുറച്ചും കൂടി നമുക്ക് എന്ത് കിട്ടും, കുറച്ച് അതിനെ പറ്റിയ സജസ്റ്റ് ചെയ്യുന്ന പ്ലേലിസ്റ്റ് ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പകരം ഒരു പ്ലേലിസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവന്റ് ലൂപ്പ് ആ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ എനിക്ക് വളരെ യൂസ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഞാൻ സൈഡിൽ കാണിച്ചു തന്നത്. ആ കോർഡിനേഷൻ്റെ ആ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേലിസ്റ്റ്. ഓക്കെ, ആ ഒരു പ്ലേലിസ്റ്റും പിന്നെ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള 2-3 വീഡിയോ അതൊക്കെയാണ് ഞാൻ ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അത് ഡിപ്പെൻഡ്സ് ഓൺ വീഡിയോ. എനിക്കത് വർക്കായില്ല, എനിക്ക് വർക്കാകാതിരിക്കാം, അത് നിങ്ങളുടെ അവസ്ഥ. ഓക്കെ, അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്, അത് എനിക്കൊന്നും പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യാറ് ആദ്യത്തെ വീഡിയോസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കണ്ടോ. പകരം ഞാൻ യൂസ് ചെയ്തൊരു മെത്തേഡ് എന്ന് വെച്ചാൽ എല്ലാ ടോപ്പിക്സും എടുക്കുക. അതായത് സൈഡിൽ ഞങ്ങൾക്ക് PDF കാണിക്കുന്നുണ്ട്, ആ ഒരു PDF എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ നോക്കും. ആ ഒരു ടോപ്പിക്സ് തന്നെയാണ് ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ അകത്തുള്ള ആ ഒരു ഓർഡർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓർഡർ അല്ല, ആ ഒരു വിധത്തിൽ തന്നെയാണ് ടോപ്പിക്സ് തന്നെയാണ് ഇതിൽ കവർ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ആർക്കെങ്കിലും പെയിന്റിങ്സോ അല്ലെങ്കിൽ എന്താ പെയിന്റിങ് ബക്കറ്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, അതിലൊക്കെ കഴിഞ്ഞിട്ട് വേറെ ടോപ്പിക്സ് എടുക്കുക. ആ ഒരു വിധത്തിൽ പോയാൽ മതി തിയറി നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് മിഡിൽ വെയർ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, മിഡിൽ വെയർ എടുത്ത് എന്നിട്ട് എനിക്ക് എന്താ വേണ്ടത്, അതിന് മിഡിൽ വെയർ ഇൻ Node.js എന്ന് ഞാൻ എന്ത് ചെയ്യും, ഈ ChatGPT കൊണ്ട് ടൈപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറെ എക്സ്പ്ലനേഷൻ വരും, അത് വായിച്ചു നോക്കും. എന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനോട് തന്നെ ഞാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താണോ ആ ടോപ്പിക്കിന്റെ പേര് അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബ് വന്ന് സെർച്ച് ചെയ്യും. യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ കുറേ വീഡിയോസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ അതെടുത്ത് കാണാം. എന്നിട്ട് മനസ്സിലാകുന്ന വരെ ആ വീഡിയോസ് ഫോളോ ചെയ്താൽ മതി. അതായത് കുറേ വീഡിയോ ഉണ്ടാവും, അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇനി ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ 2-3 വീഡിയോ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. അപ്പം ആ ഒരു നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിനെ യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വിധത്തിലാണ് ഞാൻ എന്ത് ചെയ്തത്, തിയറി അത്യാവശ്യം ഇപ്പം ഞാൻ ഇരിക്കുന്ന അഡ്വാൻസ് ലെവലൊന്നല്ല, ഇന്റർമീഡിയറ്റ് ലെവലിലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ലെവൽ വരെ ഞാൻ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എങ്ങനെ പോകേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ്, ആ ഒരു റൂട്ട് മാപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു കാലത്ത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ ഒന്ന് തിരിയാതെ ഒരു സ്ഥലത്തുണ്ട് ഒരു വേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ മേലെ വേറെ കുറച്ച് വീഡിയോസും കൂടി റെഫർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു റൂട്ട് മാപ്പ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. അപ്പം
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക, ഇതുപോലെ ഒന്നും തിരിയാണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിലെ ഇത്രക്കും കാര്യങ്ങളായിരുന്നു കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ കാരണം. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ തന്നെ പേഴ്സണൽ ആയിട്ട് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ നോഡ് ജെഎസിന്റെ വ്യക്തിയുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ താഴെ വേറെ ഏതോ ഗ്രൂപ്പും ഉണ്ട്. അതുപോലെ എൻ്റെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കോൺടാക്ട് ചെയ്യാൻ ഇതിനകത്ത് അബൌട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കോൺടാക്ട് ചെയ്യാനുള്ള ടെലിഗ്രാമിൻ്റെ ആയാലും അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പിന്നെ ഒരു ഗ്രൂപ്പും ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതിലേക്ക് താങ്ക് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തോ? ഇവനോ ചെയ്തു.